ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ വേറിട്ട മുഖമാണ് മാതമംഗലത്തെ ഹരിതാരമേശൻ എന്ന യുവാവിന്. സഹജീവി സ്നേഹത്തിൽ തൽപരരായ 15ഓളം യുവാക്കൾ ചേർന്നുള്ള മാതമംഗലം കൂട്ടായ്മയുടെ നേതൃത്വവും ഹരിതാരമേശൻ തന്നെയാണ്. ജീവകാരുണ്യ പ്രവർത്തന രംഗത്തെ വേറിട്ട മുഖമാണ് കണ്ണൂർ മാതമംഗലത്തെ രമേശൻ ഹരിത. മാതമംഗലത്തെ സന്നദ്ധ പ്രവർത്തകരുടെ ഊർജമാണ് ഈ വ്യാപാരി. പച്ചക്കറികളും പൂക്കളും കൃഷി ചെയ്ത് സന്നദ്ധ പ്രവർത്തനങ്ങൾ നടത്തുകയാണ് മാതമംഗലത്തെ രമേശൻ ഹരിതയുടെ നേതൃത്വത്തിലുള്ള മാതമംഗലം കൂട്ടായ്മ. വേദനിക്കുന്നവരുടെ കണ്ണീരൊപ്പാൻ സദാ സന്നദ്ധരാണ് 15 പേരടങ്ങുന്ന ഈ സംഘം. മാതമംഗലത്തെ പച്ചക്കറി വ്യാപാരിയാണ് കൈതപ്രം സ്വദേശിയായ രമേശൻ ഹരിത. ജീവകാരുണ്യ പ്രവർത്തനത്തിനായി 12 വർഷം മുൻപാണ് മാതമംഗലം കൂട്ടായ്മ രൂപീകരിച്ചത്. 2018 കേരളത്തെ പിടിച്ചുലച്ച പ്രളയത്തിൽ ദുരിതമനുഭവിച്ചവരെ സഹായിക്കാനാണ് അന്ന് മാതമംഗലം കേന്ദ്രീകരിച്ച് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയതെന്ന് രമേശൻ പറയുന്നു. മാതമംഗലം കൂട്ടായ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ നമ്മുടെ കേരളത്തിലത്തെ ആദ്യത്തെ പ്രളയത്തിൽ തന്നെ നമ്മൾ മാതമംഗലത്ത് നിന്ന് വയനാട് അതുപോലെ തന്നെ ആലുവ എന്നിവിടങ്ങളിൽ സഹായമായിട്ട് രംഗത്തിറങ്ങിയത് കൊണ്ടാണ് ഈ മാതമംഗലം കൂട്ടായ്മയുടെ രംഗപ്രവേശനം ഉണ്ടായത്. അപ്പോൾ മാതമംഗലത്തിൻ്റെ ചുറ്റുവട്ടത്തിലെ പ്രദേശത്തിലെ യുവാക്കളും അതുപോലെ തന്നെ കച്ചവടക്കാരും നമ്മുടെ ഈ പ്രവർത്തനമായിട്ട് നല്ല രീതിയിൽ സഹകരിക്കാൻ തുടങ്ങി. നമ്മുടെ നാട്ടിലെ എല്ലാവരുടെയും സഹകരണം കൊണ്ടാണ് ഈ കൂട്ടായ്മയുടെയും അതുപോലെ തന്നെ കാരുണ്യ പ്രവർത്തനത്തിൽ എനിക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു കൈത്താങ്ങായിട്ട് നമ്മുടെ എല്ലാവരുടെയും സഹകരണത്തിലാണ് നമുക്ക് പറ്റുന്നത്. ഇപ്പോൾ ഈ വാഴയുടെ കൃഷിയുടെ കാര്യം തന്നെ പറഞ്ഞാൽ ഏകദേശം ഒരു 100-ന് മേലെ വാഴയുണ്ട്. ഈ വാഴക്ക് നമ്മൾ വെള്ളമൊഴിക്കാനും അതുപോലെ തന്നെ അതിന് വളവിടാനും അതുപോലെ തന്നെ അത് എല്ലാ പണികളും ചെയ്യാനും നമ്മുടെ കൂട്ടായ്മയിലെ മെമ്പർമാർ എല്ലാവരും സഹകരിക്കുന്നത് കൊണ്ട് ഇത് നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റിയിട്ടുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം പൂക്കൃഷി നല്ല വിജയമായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യത്തെ മഴ നല്ലോണം പെയ്തതുകൊണ്ട് നമുക്ക് ഈ കൃഷിയിൽ പൂവൊന്നുമില്ല ഉൽപ്പാദനം ലേശം കുറയുകയും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയിൽ കുറച്ച് വരുമാനം കുറയുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മൾ വെണ്ട കൃഷി ഉണ്ട്, അതുപോലെ വഴുതിനി ഉണ്ട്, കുറച്ച് കപ്പയുണ്ട്, ചേനയുണ്ട്. ഇതൊക്കെ നമ്മുടെ കൂട്ടായ്മയുടെ ഭാഗമായിട്ടും ഈ കാരുണ്യ പ്രവർത്തനത്തിന് കിട്ടുന്ന വരുമാനം എന്ന രീതിയിൽ നമ്മളിപ്പോൾ പറഞ്ഞു മാതമംഗലത്തെ ഏകദേശം ഒരു 15ഓളം ചെറുപ്പക്കാരെ കൂടിയിട്ട് എല്ലാവരും കൂടിയിട്ട് നമ്മൾ കവർ ചെയ്തുകൊണ്ട് ഇതിനൊക്കെ പണിയെടുക്കാൻ വേണ്ടിയിട്ട് ഒരു സംരംഭം ഉണ്ടാകുമ്പോൾ നമ്മുടെ ഒരു കൂട്ടായ്മയായിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കുന്നുണ്ട്. അങ്ങനെയാണ് പ്രദേശത്തെ പഠനത്തിന് പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് മാതമംഗലം കൂട്ടായ്മയുടെ സഹായവും എത്തുന്നുണ്ട്. വൃക്കരോഗികൾക്കും കിടപ്പിലായവർക്കും ക്യാൻസർ രോഗികൾക്കും വലിയ തുക ചികിത്സയ്ക്ക് ആവശ്യമായി വരുമ്പോൾ മാതമംഗലം കൂട്ടായ്മ ഓടിയെത്തും. നേരിട്ടും മറ്റുള്ളവരുടെയും സഹായങ്ങൾ തേടി ഇവർ പാവങ്ങളുടെ കൈത്താങ്ങാകുന്നു. പുതുതലമുറക്ക് സഹജീവി സ്നേഹം വളർത്താനുള്ള പ്രചോദനമാകട്ടെ ഹരിതാരമേശന്റെ പ്രവർത്തനങ്ങളിൽ നമുക്ക് പ്രത്യാശിക്കാം. ഗണേഷ് പയ്യന്നൂരിനോടൊപ്പം പവിത്രൻ കാങ്കോൾ, 3 Dots മീഡിയ, പയ്യന്നൂർ. ദിനംപ്രതി തൊഴിലവസരങ്ങൾ വർദ്ധിച്ചു വരുന്ന ഏവിയേഷൻ ടൂറിസം മേഖലയിൽ മികച്ച ജോലി ലഭിക്കാവുന്ന കോഴ്സുകൾ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഏവിയേഷൻ മേഖലയിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുള്ള ഉത്തര കേരളത്തിലെ നമ്പർ 1 ഏവിയേഷൻ കോളേജ്, എയർബോൺ കോളേജ് ഓഫ് ഏവിയേഷൻ.